ഹലോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു ഞണ്ട് കറി ആയാലോ? നല്ല തേങ്ങയൊക്കെ അരച്ച് വെച്ച് നല്ല നാടൻ രീതിയിലൊരു കറി. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, ഞാൻ ഇവിടെ ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഞാൻ ഇവിടെ ഏകദേശം 2-2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിൽ മെയിനായിട്ടും എരിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളകും മുളക് പൊടിയൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ അല്ലെങ്കിൽ ഉലുവ പൊടി ആയാലും ഓക്കെയാണ്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി. പിന്നെ നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഈ ഞണ്ട് കിട്ടിയാൽ അത് എങ്ങനെ കറി വയ്ക്കാനാണ് ഇഷ്ടം? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തേങ്ങ അരച്ച് നല്ല നാടൻ രീതിയിൽ കറി വയ്ക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വയ്ക്കുന്നത് അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് വെച്ച് കഴിഞ്ഞിട്ടേ ഫസ്റ്റ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ തുറന്നിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തിൽ പുളിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഇവിടെ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഞണ്ട് കുട്ടന്മാരെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഇടുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിള വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒരു 10-15 മിനിറ്റോളം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിലേക്ക് വേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്നാണ് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഞാൻ ഈ സ്റ്റേജിലാണ് കേട്ടോ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നോക്കിക്കേ, എൻ്റെ ലുക്ക് നോക്കണേ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത് എന്ത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂട് ചോറിൻ്റെ കൂടി കറി അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ പിന്നെ വേറൊരു കറിയുടെ ആവശ്യം ഇനി വേണ്ടി വരുന്നില്ല. താങ്ക് യു.